നമസ്കാരം. ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രധാന ഫോക്കസ് റിയ എന്നൊരു കുട്ടിയുടെ അനുഭവമാണ്. ശരിക്കുള്ള പേരല്ല കേട്ടോ, ഒരു 15 വയസ്സുള്ള നല്ല സ്മാർട്ടായ ഒരു കുട്ടി. പെട്ടെന്നൊരു ദിവസം അവളുടെ 2 കാലുകൾക്കും ഒരു ബലക്കുറവ്, നടക്കാൻ പറ്റുന്നില്ല. അയ്യോ. പതിയെ പതിയെ തീരെ വയ്യാതെയായി. അവസാനം വീൽചെയറിലായി. ഒന്ന് ഓർത്തു നോക്കൂ, ആ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് താങ്ങാൻ പറ്റില്ല. എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ. ഭയവും എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഒരാശയക്കുഴപ്പവും. ശരിയാണ്. സ്വാഭാവികമായും ഡോക്ടറെ കാണിച്ചല്ലോ. അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഓക്കെ. സാധാരണ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമൽ. പിന്നെ തലച്ചോറിന്റെയും സ്പൈനൽ കോഡിന്റെയും MRI എടുത്തു. ഒരു കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഈ പറയുന്ന ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, ഗില്ലെൻ ബാരെ സിൻഡ്രോം പോലെയുള്ള അവസ്ഥകളുടെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നുമില്ല. ഇല്ല. ഡോക്ടർമാർ ആകെ കൺഫ്യൂഷനിലായി. എന്ത് ചെയ്യും? അതെ. ആ ഒരു സാഹചര്യത്തിലാണ് അവരൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഡോക്ടർ സുധീർ കുമാറിനെ കാണുന്നത്. ഡോക്ടർ കുമാർ ഈ കേസിൽ ഇടപെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയല്ലേ? അതെ. അദ്ദേഹം റിയയെ പരിശോധിച്ചപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചു. ഹൂവേഴ്സ് സൈൻ എന്ന് പറയും. ഹൂവേഴ്സ് സൈൻ അതെന്താണ്? അതായത് ഇപ്പം നമ്മളൊരു രോഗിയോട് ഒരു കാൽ ഉയർത്താൻ പറയുമ്പോൾ മറ്റേ കാലിൽ, അതായത് നിലത്തുറപ്പിച്ചിരിക്കുന്ന കാലിൽ അറിയാതെ ഒരു ബലം വരും. സ്വാഭാവികമാണത്. ശരിയാണല്ലോ. എന്നാൽ ഈ ഫങ്ഷണൽ വീക്ക്നെസ്, അതായത് ശാരീരികമല്ലാത്ത ബലക്ഷയമുള്ളവരിൽ അവര് ബലമില്ല എന്ന് പറയുന്ന കാലിൽ പോലും ഈ ഒരു അറിയാതെയുള്ള ബലം കാണാൻ പറ്റും. ഓ, അപ്പൊ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ബലമില്ല, പക്ഷെ അറിയാതെ പേശികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതെ. അതായത് ശ്രദ്ധിക്കാത്തപ്പോൾ ആ കാലിലെ പേശികൾക്ക് ബലം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു ശാരീരിക പ്രശ്നമല്ല, മറിച്ചൊരു സൈക്കോളജിക്കൽ റൂട്ട് ഉണ്ടാവാം എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇതൊരു 100% ഉറപ്പുള്ള ടെസ്റ്റൊന്നുമല്ല, പക്ഷേ ഒരു പ്രധാനപ്പെട്ട ക്ലൂ ആണ്. അതെ, ഒരു പ്രധാനപ്പെട്ട ക്ലൂ. ഈ ഒരു സൂചന കിട്ടിയപ്പോൾ ഡോക്ടർ കുമാർ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം റിയയോടും പേരൻസിനോടും സംസാരിച്ചു. അതിനുശേഷം റിയോട് മാത്രമായിട്ട്, വളരെ പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തി. ഓക്കെ. ആ ഒരു സംസാരത്തിലാണ് ശരിക്കുള്ള കാരണം പുറത്തു വന്നത്. ഈ ടെസ്റ്റുകളിലൊന്നും കാണാത്ത കാര്യങ്ങൾ. ശരിയാണ്. ആ സംസാരത്തിലാണല്ലേ റിയ ആ മനസ്സിലിട്ട ഭാരമൊക്കെ ഇറക്കി വെച്ചത്. സ്കൂളിൽ നിന്നേറ്റ ബോഡി ഷെയ്മിങ് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഓ, തടിച്ചി, കണ്ണടച്ച് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ ഭയങ്കരമായി കളിയാക്കി, ഒറ്റപ്പെടുത്തി. അതൊരു 15 വയസ്സുകാരിയുടെ മനസ്സിൽ എന്തുമാത്രം മുറിവുണ്ടാക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഊഹിക്കാം, തീർച്ചയായും. ആത്മവിശ്വാസമൊക്കെ പോയി. പക്ഷെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ എന്തു പറയണമെന്നറിയാതെ അവളിത് ആരോടും പറഞ്ഞില്ല. വീട്ടിലോ ടീച്ചർമാരോടോ പറഞ്ഞില്ല. അപ്പോ പേരൻസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു മാറ്റം. അവര് സംസാരിക്കാനും ധൈര്യം കൊടുക്കാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ യഥാർത്ഥ വേദന അത് പുറത്തു വന്നില്ല. ഉള്ളിലിങ്ങനെ അടക്കി വെച്ച് ആ ഒരു ഇമോഷണൽ പ്രഷർ കൂടിക്കൂടി വന്നു. അവിടെയാണ് നമ്മൾ ഈ ഫങ്ഷണൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ, അതായത് FND യെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടത്. FND ഇത് തലച്ചോറ് നമ്മുടെ ശരീരത്തിന് സിഗ്നൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തടസ്സമാണ്. പക്ഷെ ഓർക്കണം, തലച്ചോറിനോ നാഡികൾക്കോ ഒരു കേടുപാടും, അതായത് സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാവില്ല. സ്ട്രോക്ക്, ട്യൂമർ പോലെയല്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇതൊരു സോഫ്റ്റ്വെയർ പ്രശ്നം പോലെയാണ്. തലച്ചോറിന്റെ പ്രവർത്തനം, ആ സിഗ്നലിംഗ് പാത്വേയിലെ എന്തോ ഒരു തടസ്സം. ഓക്കെ. ഇതിന് കാരണം പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ ട്രോമ, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആകാം. റിയയുടെ കാര്യത്തില് ആ ബോഡി ഷെയ്മിംഗ്. അതെ, റിയയുടെ കാര്യത്തില് ആ അടക്കിവെച്ച, താങ്ങാനാവാത്ത വൈകാരിക വേദന, അത് അവളുടെ കാലുകൾക്ക് ബലമില്ലായ്മ എന്ന ശാരീരിക ലക്ഷണമായിട്ട് പുറത്തു വന്നു. ശരിക്കും ഒരു പക്ഷാഘാതം പോലെ തന്നെ. ശരിയാണ്. ഡോക്ടർ കുമാർ അവരുടെ പാരൻസിനോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞു. അത് വളരെ പ്രധാനമാണ്. റിയ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. അത് പ്രധാനമാണ്. അവൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യുകയോ അല്ല. ഇത് 100% റിയലാണ്. അവളുടെ ബുദ്ധിമുട്ട്, ആ ബലക്കുറവ് എല്ലാം സത്യമാണ്. ആ മനസ്സിന്റെ ഒരു നിശബ്ദമായ കരച്ചിലാണ് ശരീരം കാണിക്കുന്നത്. ഇത് വിശ്വസിക്കാൻ തുടക്കത്തിൽ പ്രയാസമുണ്ടാകുമല്ലേ? മനസ്സ് കാരണം ശരീരം തളരുകയോ എന്നൊക്കെ ഉണ്ടാവാം. സാധാരണമാണ് ആ ഒരു അവിശ്വസനീയത. പക്ഷേ FND ഒരു അംഗീകരിക്കപ്പെട്ട ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതെ, കാരണം അതനുസരിച്ചാണല്ലോ ചികിത്സയും മാറുന്നത്. തീർച്ചയായും. FNDയുടെ ചികിത്സയിൽ മരുന്നുകൾക്ക് വലിയ റോളില്ല, അല്ലേ? പരിമിതമായ പങ്കേ ഉള്ളൂ. കൂടുതൽ ഊന്നൽ സൈക്കോതെറാപ്പിക്കും കൗൺസിലിങ്ങിനുമാണ്.
റിയയുടെ കാര്യത്തിൽ ആ ബോഡി ഷെയ്മിംഗ് എന്ന പ്രശ്നത്തെ നേരിടാനും അതുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് പുറത്തുവരാനും തെറാപ്പി സഹായിച്ചു. അതോടൊപ്പം ഫിസിയോതെറാപ്പിയും കൊടുത്തു, ആ നഷ്ടപ്പെട്ട ശാരീരിക ഫംഗ്ഷൻസ് വീണ്ടെടുക്കാൻ. ശരി, അപ്പോൾ രണ്ടും ഒരുമിച്ച്. അതെ, മാനസികമായ ഭാരം കുറയുമ്പോൾ തലച്ചോറിന്റെ ആ സിഗ്നലിൻ പതിയെ ശരിയാവും, ശാരീരിക ലക്ഷണങ്ങളും കുറഞ്ഞുവരും. ചികിത്സയുടെ ഫലം അത്ഭുതമെന്ന് തന്നെ പറയാം, അല്ലേ? പറയാം. പേരൻസിന്റെ സപ്പോർട്ടോടെ, ഡോക്ടറുടെ നിർദ്ദേശത്തോടെ സ്കൂളിൽ സംസാരിച്ചു. സ്കൂളും നന്നായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. നല്ല കാര്യം. റിയയെ കളിയാക്കിയ കുട്ടികളോടൊക്കെ സംസാരിച്ചു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. മറ്റു കുട്ടികൾ നല്ല സപ്പോർട്ട് കൊടുത്തു. ആ ഒരു പിന്തുണ, പിന്നെ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഇതെല്ലാം കൂടി ആയപ്പോ വെറും 3 ആഴ്ച കൊണ്ട്. അതെ, 3 ആഴ്ച കൊണ്ട് റിയ വീണ്ടും നടക്കാൻ തുടങ്ങി. ആ വീൽചെയർ ഉപേക്ഷിച്ചു. അവിശ്വസനീയം. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ഇനിയുള്ളതാണ് ശരിക്കും. കുറച്ചു മാസം കഴിഞ്ഞ് റിയ സ്കൂളിലെ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേർന്നു. കൊള്ളാം. നല്ലോണം പ്രാക്ടീസ് ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോ ഇന്റർ സ്കൂൾ ടൂർണമെന്റ്, അതിൽ റിയയുടെ ടീം ജയിച്ചു. അതുമാത്രമല്ല, റിയ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി. എന്തൊരു മാറ്റം! ആ ട്രോഫിയുമായി അവൾ നേരെ പോയത് ഡോക്ടർ സുധീർ കുമാറിന്റെ അടുത്തേക്കാണ്. തനിക്ക് ജീവിതം തിരിച്ചു തന്ന ഡോക്ടർക്ക് ആ ട്രോഫി കൊടുത്തു. ശരിക്കും ഒരു നിമിഷം ഞാൻ വാക്കുകളില്ല. ഇതൊരു അതിജീവനത്തിന്റെ കഥയാണ്, മനസ്സിന്റെ ശക്തിയുടെ കഥ. ശരിയായ സമയത്ത് കിട്ടിയ ആ ഒരു കരുണയുടെ, സഹാനുഭൂതിയുടെ കഥ. തീർച്ചയായും ഡോക്ടർ കുമാറിന്റെ ആ ഒരു സമീപനം അത് വളരെ പ്രധാനമാണ് ഈ കഥയിൽ. ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും ഈ സ്കാനിനും ടെസ്റ്റിനുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കും. പക്ഷേ മനുഷ്യൻ എന്നത് ആ റിപ്പോർട്ടിലെ നമ്പറുകൾ മാത്രമല്ലല്ലോ. അല്ല. ഡോക്ടർ കുമാർ ചെയ്തതാണ്. ആ റിപ്പോർട്ടിനപ്പുറം രോഗിയെ കണ്ടു, സഹാനുഭൂതിയോടെ സംസാരിച്ചു, അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. ആ ഒരു പ്രൈവറ്റ് സംഭാഷണം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ രോഗം കണ്ടുപിടിക്കാൻ വൈകിയേനെ, അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് പോയേനെ. അതുപോലെ ഇത് റിയ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് അവളെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെ, ഇതൊക്കെ വെറുതെ ഓരോ അടവുകളാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് രോഗിയെ കൂടുതൽ തളർത്തും. ഡോക്ടർ കുമാർ ഇത് ട്വിറ്ററിൽ ഷെയർ ചെയ്തപ്പോൾ അത് ഒരുപാട് പേരിലേക്ക് എത്തി. FNDയെക്കുറിച്ചും പൊതുവെ മാനസികാരോഗ്യത്തെക്കുറിച്ചുമൊക്കെ ഒരു ചർച്ച തുടങ്ങാൻ അത് സഹായിച്ചു. ശരിയാണ്. വൈദ്യശാസ്ത്ര വൈദഗ്ധ്യത്തിനൊപ്പം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനും എമ്പതിയും എത്ര പ്രധാനമാണെന്ന് ഇത് കാണിക്കുന്നു. അതെ. ഡോക്ടർ കുമാർ ആ പോസ്റ്റിൽ ഉപയോഗിച്ച ഒരു പൂന്തോട്ടത്തിന്റെ ഉപമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും ശ്രദ്ധിച്ചു. നമ്മുടെ മനസ്സൊരു ഗാർഡൻ പോലെയാണ്. നന്നായി നോക്കിയാൽ സ്നേഹം, സന്തോഷം, ക്രിയേറ്റിവിറ്റി ഒക്കെ പൂക്കളായി വിരിയും. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിലോ, ഈ പറയുന്ന സ്ട്രെസ്, ആൻസൈറ്റി, നെഗറ്റീവ് ചിന്തകൾ, പഴയ ട്രോമകൾ, മറ്റുള്ളവർ പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ വിഷമുള്ള കളകൾ പോലെയാണ്. കളകൾ പോലെ വളരും. അത് ആ ഗാർഡന്റെ ഭംഗി കളയും. ചിലപ്പോ ആ നല്ല ചെടികളെ കൂടി നശിപ്പിക്കും. ശരിയാണ്. റിയയുടെ കാര്യത്തിൽ ആ ബോഡി ഷെയ്മിംഗ് എന്ന വിഷം ഒരു കള പോലെ മനസ്സിൽ വളർന്ന് പന്തലിച്ചു. അതെ. അത് അവളുടെ ചിന്തകളെയും വികാരങ്ങളെയും മാത്രമല്ല, അവസാനം ശരീരത്തെ തന്നെ തളർത്തിക്കളഞ്ഞു. ആ കാലുകൾക്ക് ബലമില്ലാത്തത് ഒരുപക്ഷേ മുന്നോട്ടു പോകാൻ പറ്റാത്ത അവളുടെ ആ മാനസികാവസ്ഥയുടെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിരുന്നിരിക്കാം. സാധ്യതയുണ്ട്. ഇത് നമ്മളെ ഒരു പ്രധാന കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആരോഗ്യമെന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശരീരവും മനസ്സും ആത്മാവും എല്ലാം ചേർന്നൊരു ബാലൻസ് ആണ് ശരിക്കുള്ള ആരോഗ്യം, അല്ലേ? അതെ. ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ വ്യായാമം ചെയ്യും, നല്ല ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിനും ശ്രദ്ധയും പരിചരണവും വേണം, നിരന്തരമായിട്ട് വേണം. മാനസികാരോഗ്യം ഒരു ലക്ഷറി അല്ല, അതൊരു അടിസ്ഥാന ആവശ്യമാണ്. ജീവിതത്തിന്റെ അടിത്തറയാണത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട്. ഈ വെല്ലുവിളികളെയൊക്കെ നേരിടാൻ നമുക്കൊരു നങ്കൂരം വേണം. അതാണ് നല്ല മാനസികാരോഗ്യം. ശരിയാണ്. FND ഒരു തീവ്രമായ ഉദാഹരണമാണ്. ശരി. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ പോലും ഇത് കാണാം. വിട്ടുമാറാത്ത തലവേദന, അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ, കഴുത്തുവേദന, ഭയങ്കര ക്ഷീണം. ഇതൊക്കെ ചിലപ്പോൾ വെറും ശാരീരിക കാരണങ്ങൾ കൊണ്ടാവില്ല, നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ ഭാഗമായും വരാം. മനസ്സിന്റെ ഭാരം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ശരീരം ഓരോ സിഗ്നലുകൾ തരും. അപ്പോ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഈ ഉള്ളിലെ ലോകത്തിന് നമ്മൾ എത്ര ശ്രദ്ധ കൊടുക്കുന്നു ഉണ്ടെന്ന്. അതൊരു വലിയ ചോദ്യമാണ്. ഇത് വ്യക്തിയുടെ മാത്രം കാര്യമല്ല,
ഇതിനൊരു സാമൂഹിക തലം കൂടിയുണ്ട്. റിയയുടെ കഥ നടന്നത് സ്കൂളിലാണ്. അതെ, സ്കൂളുകൾ, കോളേജുകൾ, ജോലിസ്ഥലങ്ങൾ, ഈ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയൊരു പങ്കുണ്ട് കുട്ടികളുടെയും യുവാക്കളുടെയും മാനസികാരോഗ്യം. അത് വളരെ പ്രധാനമാണ്. അക്കാഡമിക് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, അവരുടെ വൈകാരികമായ സൗഖ്യം കൂടി ഉറപ്പാക്കണം. എന്തൊക്കെ ചെയ്യാം? സ്കൂളുകളിൽ നല്ല കൗൺസിലർമാര് വേണം സ്ഥിരമായിട്ട്. ഈ ബുള്ളിയിങ്, സൈബർ ബുള്ളിയിങ്, ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടികൾ വേണം, ബോധവൽക്കരണം വേണം. പിന്നെ കുട്ടികളെ ഈ മൈൻഡ്ഫുൾനെസ്, റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്, സ്ട്രെസ് കുറയ്ക്കാൻ. നല്ലതാണ്. ഏറ്റവും പ്രധാനം, കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ധൈര്യവും സുരക്ഷിതത്വവും തോന്നുന്ന ഒരിടം, ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, റിയയുടെ സ്കൂളിൽ നേരത്തെ തന്നെ ഈ ബോഡി പോസിറ്റിവിറ്റി, പരസ്പര ബഹുമാനം, ഇമോഷണൽ ഹെൽത്ത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ചർച്ചകളും പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത്രയും ഗുരുതരമാവില്ലായിരുന്നു. അല്ലെങ്കിൽ അവൾക്കത് കുറച്ചും കൂടി നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ശരിയാണ്. സ്ഥാപനങ്ങൾക്ക് വലിയൊരു റോളുണ്ട്. ടീച്ചർമാർക്കൊരു ട്രെയിനിങ് കൊടുക്കണം, കുട്ടികളിലെ ഈ സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങൾ, പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ അല്ല തിരിച്ചറിയാൻ. അതെ, പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടുന്നത്, പഠനത്തിൽ ശ്രദ്ധ കുറയുന്നത്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റണം. പിന്നെ ക്ലാസ് റൂമുകളിലും ക്യാമ്പസുകളിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു എമ്പതിയുള്ളൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം. മാർക്കും റാങ്കും മാത്രമല്ല വിജയം. അല്ല, സാമൂഹികവും വൈകാരികമായ വളർച്ചയും പ്രധാനമാണ്. അതെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്നത്, പ്രതിസന്ധികളെ നേരിടാൻ കഴിവുള്ളവരെ. അതെ. അപ്പോ ഈ കഥയിൽ നിന്നും ഈ ചർച്ചയിൽ നിന്നും നമുക്കെല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണതെന്ന് നോക്കിയാലോ? നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ മൗനം അത് പ്രശ്നങ്ങളെ വഷളാക്കും എന്നുള്ളതാണ്. റിയയുടെ അനുഭവം അതാണല്ലോ കാണിക്കുന്നത്. അതെ. അപ്പോ കുട്ടികളെ ചെറുപ്പം മുതലേ അവരുടെ വികാരങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ പഠിപ്പിക്കുക. സന്തോഷം പോലെ സങ്കടവും ദേഷ്യവുമൊക്കെ നോർമലാണെന്ന് പറയുക. അത് പ്രകടിപ്പിക്കുന്നത് ഒരു തെറ്റല്ല, ആരോഗ്യകരമാണ്. നിങ്ങൾ പാരന്റ്സ് ആണെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും വിഷമം പറയുമ്പോൾ സാരമില്ല, ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പെട്ടെന്ന് പറയുന്നതിനു പകരം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അതാണ് പ്രധാനം. അവരുടെ ആ വികാരത്തെ ഒന്ന് അംഗീകരിക്കുക. നിനക്ക് വിഷമം തോന്നിയല്ലേ, അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് സങ്കടമായി എന്ന്. അത് വലിയ വ്യത്യാസമുണ്ടാക്കും. പിന്നെ എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ മടിക്കരുത്. ഒരു വലിയ പ്രശ്നമാവാൻ കാത്തു നിൽക്കരുത്. അതെ, നേരത്തെ ഇടപെടുന്നത് നല്ലതാണ്. വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് സെൽഫ് കമ്പാഷൻ ശീലിക്കാം. നമ്മളോട് തന്നെ കുറച്ചുകൂടി ദയ കാണിക്കുക. ശരിയാണ്, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന അത്രയും ദയ പലപ്പോഴും നമ്മളോട് കാണിക്കാറില്ല. നമ്മുടെ ഉള്ളിലെ ആ ഇന്നർ ക്രിറ്റിക്കില്ലേ, എപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആള്, അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനൊന്ന് ചോദ്യം ചെയ്യുക. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ തോന്നുമ്പോ, അങ്ങനെയല്ല, എനിക്ക് ഇന്നിന്ന കഴിവുകളുണ്ട് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. പോസിറ്റീവ് സെൽഫ് ടോക്ക്. അതെ. പിന്നൊരു വെൽനസ് ടൂൾ കിറ്റ്, അത് നല്ല ആശയമാണ്. അതെന്തൊക്കെയാവാം? ചിലപ്പോ കുറച്ചുനേരം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, മനസ്സിന് ശാന്തമാക്കാൻ. അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുന്നത്, ചിന്തകളൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ. അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, വ്യായാമം ചെയ്യുക, പ്രകൃതിയിലിറങ്ങി നടക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ഒരുപാട് സഹായിക്കും. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ അനുഭവങ്ങളും വികാരങ്ങളും തമ്മിലുള്ളൊരു കണക്ഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. എന്തുപോലെ? റിയയുടെ കാര്യത്തിൽ ആ ബോഡി ഷെയ്മിംഗ് ഒരു ട്രിഗറായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുകൾക്ക് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, പാറ്റേണുകളുണ്ടോ? ഓക്കെ, ചിലപ്പോൾ പഴയ എന്തെങ്കിലും വിഷമങ്ങൾ ആവാം. അല്ലെങ്കിൽ പെർഫെക്ഷനിസം, എല്ലാം 100% ശരിയാവണം എന്ന വാശി. അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന പേടി, ജോലിയിലെ സ്ട്രെസ്. ഇതൊക്കെ ബാധിക്കാം. ആ ട്രിഗറുകൾ തിരിച്ചറിഞ്ഞ് അതിനെ നേരിടാൻ ശ്രമിക്കുക. ചിലപ്പോൾ തെറാപ്പിസ്റ്റുകളുടെ സഹായം വേണ്ടിവരും. അതൊരു കുറച്ചിലായി കാണരുത്. ഒരിക്കലുമല്ല, അതൊരു ശക്തിയുടെ ലക്ഷണമാണ് സഹായം തേടുന്നത്. അതെ. ഈ വ്യക്തിപരവും സ്ഥാപനപരവുമായ കാര്യങ്ങൾക്കൊപ്പം സമൂഹത്തിലും മാറ്റം വരണം. സ്കൂളുകളിൽ ഫിസിക്കൽ ഹെൽത്ത് പോലെ മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷനും നിർബന്ധമാക്കണം. വേണം. FND പോലുള്ള അവസ്ഥകളെക്കുറിച്ചും മറ്റുള്ളവരോട് ദയോടെ പെരുമാറേണ്ടതിനെക്കുറിച്ചുമൊക്കെ കുട്ടികൾ പഠിക്കണം. പിന്നെ ഈ മെന്റൽ ഹെൽത്തിന് ലീവ് എടുക്കുന്നത് അതൊരു സാധാരണ കാര്യമാവണം. പനിക്ക് ലീവ് എടുക്കുന്ന പോലെ. ശരിയാണ്. ആ ഒരു സ്റ്റിഗ്മ മാറണം.
സഹായം തേടുന്നത് ഒരു നാണക്കേടല്ല എന്നൊരു ചിന്ത വരണം. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഹീലിംഗ് അതൊരു നേർരേഖയിലുള്ള യാത്രയല്ല. അല്ല, ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. റിയയുടെ റിക്കവറിക്ക് സമയമെടുത്തു. അതിൽ പല കാര്യങ്ങൾ സഹായിച്ചു. ചിലപ്പോൾ മുന്നോട്ടു പോവും, ചിലപ്പോൾ പിന്നോട്ടു വരും. ക്ഷമ വേണം, സ്വയം അനുകമ്പ വേണം. അതെ, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കണം. റിയ ട്രോഫി ഡോക്ടർക്ക് കൊടുത്ത പോലെ. അതെ, നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ, ആ അതിജീവന ശേഷിയെ നമ്മൾ അംഗീകരിക്കണം. ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. മനസ്സിന്റെ മുറിവുകൾ കാണാൻ പറ്റില്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണ്, വേദനയുള്ളതാണ്. അതിന് ശ്രദ്ധയും പരിചരണവും വേണം. അപ്പോൾ ഈ ചർച്ചയുടെ ഒരു കാതലെന്ന് പറയുന്നത്, മനസ്സിന്റെ ആ കാണാത്ത മുറിവുകൾക്ക് ശാരീരികമായ പ്രത്യാഘാതങ്ങളുണ്ടാവാം. മനസ്സ് പറയാൻ മടിക്കുന്ന ഭാരം ഒരുപക്ഷെ ശരീരം ഏറ്റെടുക്കും. അതുകൊണ്ട് മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം നിങ്ങളുടെ സ്വന്തം ആന്തരിക പൂന്തോട്ടത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ആ മാനസികാരോഗ്യമാകുന്ന പൂന്തോട്ടത്തിൽ എന്തെങ്കിലും കളകൾ, സ്ട്രെസ്സോ ഭയങ്ങളോ പരിഹരിക്കാത്ത പ്രശ്നങ്ങളോ ശ്രദ്ധിക്കാതെ വളരുന്നുണ്ടോ? റിയയുടെ ആ അതിജീവനത്തിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ മാനസികാരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ, അതിനൊന്ന് പരിപോഷിപ്പിക്കാൻ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെറിയൊരു കാര്യം ചെയ്യാൻ പറ്റും? ഒരു ചെറിയ സ്റ്റെപ്പ്. ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട ഒരാളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ കുറച്ചുനേരം ഒന്ന് കണ്ണടച്ചിരുന്ന് ശ്വാസമെടുക്കുന്നതാവാം, അല്ലെങ്കിൽ സഹായം തേടാനുള്ള ആലോചനയുടെ ആദ്യപടിയാവാം. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാനും ചിന്തിക്കാനും വേണമെങ്കിൽ വിദഗ്ധരുമായി സംസാരിക്കാനും ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന മെയിൽ ഐഡിയിൽ എഴുതാം. അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി, പുതിയ ചില ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.